കേട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ക്ലയന്റ് വന്നത് ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന് തന്നെയാണ് ആളെ ഫസ്റ്റ്. മൈ വേ ബൈ കല്യാണി യൂട്യൂബർ ആണ്. കുറെ പ്രൊഡക്റ്റ് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഒരു സമയത്ത് ഒരു സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്ത് അങ്ങ് എയറിൽ കയറിയ വ്യക്തിയാണ്. ഇപ്പൊ വീണ്ടും പ്രശ്നമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്രശ്നം വേറൊന്നുമില്ല, പറഞ്ഞല്ലോ, ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ പ്രൊഡക്റ്റ് വാരി മുഖത്തും അവിടെ എവിടെയൊക്കെ തേച്ച് അതങ്ങ് പ്രൊമോഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യലാണ് ഇവരുടെ പരിപാടി. അത് ഇവരൊരു ദിവസം യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ കാണുന്ന വ്യൂവേഴ്സിനെ ചതിക്കുക, ഇതാണ് പരിപാടി. കാരണം ഇവരൊരു ദിവസം യൂസ് ചെയ്ത് കാണിക്കുമ്പോൾ ഇവരെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർ വിചാരിക്കും, അയ്യോ എന്താ മാറ്റം, ചേച്ചി പറയുന്നതല്ലേ, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു പോയി മേടിക്കും. അങ്ങനെ ഇവര് സ്വയം ആൾക്കാരെ തേച്ച് കാണിച്ച് പ്രൊമോഷൻ ചെയ്ത ഏതോ ഒരു പ്രൊഡക്റ്റ് ഇവർക്ക് നന്നായിട്ട് ഒരു മണി കൊടുത്തു. അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞു. രണ്ടാമത്തെ സിറ്റിംഗിൽ എങ്ങാണ്ട് ഇവര് പോയിട്ട് ഞാൻ കൊളാബ് ചെയ്തു തരാം. ആലോചിക്കണം, ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ക്ലിനിക്കിലെ ഡോക്ടറെ അടുത്ത് പറയാം ഞാൻ കൊളാബ് ചെയ്തെന്നാ പോരെയെന്ന്. ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ കൊടുക്കണം. അല്ലാണ്ട് നിങ്ങളുടെ കൊളാബും തേങ്ങക്കൊലയും കൊണ്ട് പോവല്ല വേണ്ടത്. നമുക്ക് പിന്നെ ഇങ്ങോട്ട് മേടിച്ച് മാത്രമായിരിക്കുമല്ലോ ശീലം, അങ്ങോട്ട് കൊടുത്ത ശീലം കാണത്തില്ല. അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ കൊളാബ് ചെയ്ത് തരാം, ഇതായിരിക്കും ശീലം. ഇതേ ശീലം കൊണ്ട് ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ പോയിട്ട് പറഞ്ഞു ഞാൻ കൊളാബ് ചെയ്ത് തരാം. അവര് മാന്യമായിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൊളാബ് വേണ്ട. അതിന്റെ പേരില് ബില്ല് കൊടുക്കേണ്ടി വന്നു. ബില്ലൊക്കെ കൊടുത്തിട്ട് ഇമെയിൽ വഴി വരെ ഈ സ്ഥാപനം ഇവർക്ക് ബില്ല് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പിറകെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇവര് തന്നെ പറയുന്നത് ആദ്യം കേൾക്കാം. ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവര് 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവര് BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ബില്ല് അവര് ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പൊ നമ്മുടെ ഫയല് ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പൊ ബില്ല് അവിടെ നിൽക്കട്ടെ, എന്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവര് നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവര് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ മനസ്സ് അംഗീകരിക്കാത്തതിന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പൊ നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോങ് വീഡിയോ ആയിട്ട് വരാം എന്ന് പറഞ്ഞു പോയിട്ട് ഈ നിമിഷം വരെ ഇവര് ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പം നാളെ മിക്കവാറും യൂട്യൂബേഴ്സിലൊക്കെ വീഡിയോ വന്നതോട് മിക്കവാറും ലോങ് വീഡിയോ ആയിട്ട് വരുമായിരിക്കും. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഇവര് വെറും ഉഡായിപ്പായിരുന്നു. ഈ ഉഡായിപ്പായിരുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്തിനാണ് കൊളാബ് ചോദിച്ചത്? ഉഡായിപ്പാണ് എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് കൊളാബ് നമ്മൾ ചോദിക്കത്തില്ലല്ലോ. എന്തിനാണ് നിങ്ങൾ കൊളാബ് ചോദിച്ചത്? പൈസ കൊടുക്കാൻ വേണ്ടിയായിട്ടാണോ? 8 months മുന്നാണ് ക്ലയന്റ് വന്നത് ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആൾ ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആളെ ഫസ്റ്റ് വിസിറ്റ് ചെയ്തും അപ്പോഴും കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന പേരെന്തായിരുന്നു?
ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. ആൻഡ് വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തോണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഇവിടെ ID സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആളുടെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് IDs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന്റെ ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. കൊളാബ് ആള് ഫീൽഡാണല്ലോ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജുവാര്യരുടെ തൊട്ട് എല്ലാവരും നമ്മുടെ ക്ലൈന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. വൈകിട്ട് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലൈന്റ് ആണ് പനമ്പള്ളിയില്. നമുക്ക് അല്ലാതെയുള്ള ആക്ട് മതി എന്നാണ് ആളുടെ കോൺസെപ്റ്റ്. അപ്പോ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല. നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിന്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയും? ഞാൻ 15 വർഷത്തിന് മേലെയായി കൃഷി ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഇവര് എനിക്കൊന്ന് 4 കൊല്ലത്താണ് തോന്നുന്നത്. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? ഞാനിന്റെ ഭയങ്കര ഫാനായിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കര ഇൻസ്പയർ ചെയ്ത് വന്നൊരു ക്ലൈന്റ് ആണ് അയാള്. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ഭയങ്കര കരച്ചിലാണ്. ഇതിന്റെ വ്യൂവേഴ്സ് ഇങ്ങനെ അനുസരിച്ചു കമന്റ്സ് ഇട്ടു, എന്താ കറക്കരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താ? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ലെന്നാണ് പറയുന്നത്. അല്ല ഫീസ് നമ്മൾ കൊടുക്കാതില്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്തു എന്നിട്ട് കൊളാബ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്ക് റേറ്റ് കുറവാണ് എന്നൊക്കെ ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷന്റെ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയറൊക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്നാണ് പറഞ്ഞത്. ആൾ ഇതിനിടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി പറഞ്ഞത് ട്രീറ്റ്മെന്റ് അങ്ങനെ എമൗണ്ട് പറഞ്ഞ ക്ലൈന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ്. എല്ലാ വീട്ടിലും ക്ലൈന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരിപ്പോ മറ്റു മേടിക്കുന്നത് നമ്മുടെ ബാങ്കിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മള് ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മൾ ലീഗലി നമ്മളാണ് നിങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അവരെ വിളിച്ചിട്ട് എപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ടുവന്നത് അവർ അവരുടെ കംപ്ലൈന്റ് ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് കണ്ടിരിക്കട്ടെ. ഇവർ 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് വരും. 8 മാസം എടുത്ത് നമ്മള് എന്താ പറയുക, നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ആണെന്ന് അവരെ റിയലൈസ് ചെയ്യാൻ 8 months പ്ലസ് വന്നിട്ടുണ്ട്. ഇവരുടെ ഇവർക്ക് നിൽക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, ഹെവി ചെയ്യണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ മൂവ് ചെയ്തപ്പോൾ കോഡ് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോഡ് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് അവരെ വിളിപ്പിക്കുമല്ലോ, 2 പേരെയും കൂടെ. നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു. അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഭയങ്കര മെച്ചപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് നിന്നത് ഇവിടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ചൂസ് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്,
വിതൗട്ട് അവർ പെർമിഷൻ അവരിവിടെ ഭീഷണിയായിരുന്നു. ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എങ്കിൽ ഇരിക്കുന്നവരെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീഫെയിം ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. കംപ്ലീറ്റ് ഹറാസ് ചെയ്യുന്ന പോലെ ഇവിടെ ഇപ്പൊ വേണം അപ്പൊ നമുക്ക് പറയാൻ ശ്രദ്ധിച്ച് തരുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ ഇനി നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം. എന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവരൊക്കെ ആക്ച്വലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് എന്നിട്ട് മെയിലും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് മെയിൽ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ആയിട്ട് ലീഗലി തന്നെയാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവര് ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. So, ആ long video 8 മാസത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കൊളാബ് ചോദിച്ചപ്പോ അത് തരാത്തതിന്റെ പേരിൽ ഇമാതിരി പണി കാണിച്ചു. ഇവരിവിടെ പറയുന്നുണ്ട് ഇവര് പോയി കേസ് കൊടുത്തു. അല്ല, ആ ക്ലിനിക്കുകാരാണ് ആദ്യം കൊണ്ടുപോയി ഇവരുടെ പേര് കേസ് കൊടുത്തത്. അതിനുശേഷമാണ് ഈ കല്യാണി അവർക്കെതിരെ കേസ് കൊടുക്കുന്നത്. എന്തുവാടേ, അവർക്ക് കൊളാബിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ബിസിനസ് വേണ്ട എന്ന് അങ്ങേര് തീരുമാനിക്കുമ്പോ എനിക്ക് കൊളാബ് വന്നില്ലേ എന്നും പറഞ്ഞ് ഇമാതിരി തെണ്ടിത്തരം കാണിക്കുക എങ്ങനെ പറ്റുന്നു? നിങ്ങളെ കണ്ട ക്രീമും വാരി തേച്ച് ആൾക്കാരെയും പറ്റിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ മൊത്തത്തിൽ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുവാണ്. പൈസ മേടിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ വിശ്വസിച്ചിട്ട് ആൾക്കാർ ഈ സാധനം കൊണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. പാവങ്ങളുടെ പൈസയും പോയി, ആരോഗ്യവും പോയി, സ്കിന്നും പോയി, അവരെ കിടക്കുമ്പോ നിങ്ങൾക്ക് പിന്നെ കൈ പൈസ ഉള്ളതുകൊണ്ട് എന്തോ ആവാം. എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാം. കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് കൊളാബ് മേടിക്കാം. പാവങ്ങൾ എന്തോ ചെയ്യും? അവരുടെ സ്കിന്നിന് ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ പോലെയുള്ള കുറെ എണ്ണങ്ങളുണ്ട്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാൻ നിൽക്കുന്ന കുറെ എണ്ണങ്ങൾ. ഇനിയെങ്കിലും ഇവരെ വിശ്വസിക്കാതിരിക്കുക. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് വാരി തേച്ച് സ്വന്തം ഫേസും കാര്യങ്ങളും നശിപ്പിക്കാതിരിക്കുക. എന്തിനാ? ഉള്ള കളറും ഉള്ള ഭംഗിയും ഉള്ള സാധനങ്ങളൊക്കെ മതി. ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഓരോരുത്തരുടെ സ്കിന്നും ഓരോ രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫേസിന് ഫിക്സ് ആവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊന്നും ഫിക്സ് ആവത്തില്ല. ശരി എന്നാ.